നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അനുപമ സുശീല സോനയോട് പറയുന്നത് കേട്ടതാണ്. അനുപമ ഒരിക്കലും ഇലക്ഷനിൽ മത്സരിക്കില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആകില്ലെന്നും. എന്നിട്ടും അതൊക്കെ അനുപമ മറന്നുപോയോ? സുശീല കാണിക്കുന്ന അഭിനയമൊക്കെ വീണ്ടും അനുപമ വിശ്വസിക്കുന്നു. അവർ അനുപമയുടെ കൂടെ ഇലക്ഷൻ പര്യടനത്തിന് പോകുന്നു, ജയ് വിളിക്കുന്നു. ഹർഷയെ കാണാൻ പോയ സുശീല പറയുന്നു ജോത്സ്യരെ കാണാൻ പോയതാണെന്ന്. സുശീലയെ പ്രീതിപ്പെടുത്താൻ അനന്തൻ മാഷ് പറയുന്നു സുശീല പറഞ്ഞ ദിവസം നോമിനേഷൻ കൊടുത്താൽ മതിയെന്ന്. ഇന്ദ്രൻ ഇപ്പോഴും സുശീലയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കറിയാവുന്ന അമ്മ ഏതു നിമിഷവും സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന അമ്മയാണ്. അമ്മയുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് ആർക്കും മനസ്സിലാകില്ല. അതുകൊണ്ട് അമ്മയെ സൂക്ഷിക്കണമെന്ന് ഇന്ദ്രൻ പറയുന്നു. ഇത്രനാളും സുശീല പറയുന്നതിൽ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു നടന്ന ഇന്ദ്രന് മാത്രമേ സുശീലയെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. സോനയും ശ്യാമും കൂടി ഡോക്ടറെ കാണാൻ പോകുന്നു. സത്യനാണെങ്കിൽ കോയമ്പത്തൂർ പോയിരിക്കുന്നു. വീട്ടിലാകെയുള്ളത് പ്രതിഭ മാത്രം. പ്രതിഭയ്ക്കാണെങ്കിൽ ക്ഷീണമുള്ളതുകൊണ്ട് കിടക്കുന്നു. സുശീല നോക്കിയപ്പോൾ ഇത് തന്നെ പറ്റിയ സമയം. ഹർഷ എന്ന വിഷം പറഞ്ഞുകൊടുത്ത വിഷം കൊണ്ട് ദുരന്തം ചെയ്യാൻ സുശീലയ്ക്ക് എങ്ങനെ കഴിയുന്നു? ഇന്നത്തെ സുശീലയുടെ വീട് എത്ര സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സുശീല മാത്രം വിചാരിച്ചാൽ ആ വീടൊരു സ്വർഗമാക്കാൻ കഴിയും. അനുപമയെപ്പോലെ ഒരു മരുമകളെ കിട്ടാൻ വേണ്ടി ആരാണ് ആഗ്രഹിക്കാത്തത്? ആ സമയത്താണ് ഇന്ദ്രനെ കിട്ടാത്ത പകകൊണ്ട് മാത്രം ഒരു വശം തളർന്നു കിടന്നെടുത്തു നിന്ന് എഴുന്നേൽപ്പിച്ചു നടത്തിയ ഭർത്താവിനെ അവൾ വീണ്ടും ചതിക്കുന്നത്. ഇത്രനാളും സ്വന്തം ഭർത്താവിനോട് ചെയ്ത തെറ്റുകൾ രവി എന്ന പാവ മനുഷ്യൻ ക്ഷമിച്ചു. എന്നിട്ട് പോലും രവിയോട് ഹർഷയ്ക്ക് അല്പം പോലും സ്നേഹം തോന്നുന്നില്ല. ഇന്നത്തെ അവളുടെ നിലനിൽപ്പിനു വേണ്ടി മാത്രമാണ് രവിയുമായി അവൾ സഹകരിച്ചു പോകുന്നത്. ഒരു വശം തളർന്നപ്പോൾ ഇന്ദ്രനൊന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല സുശീലയും. എന്നിട്ടും ഹർഷയ്ക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഇന്ദ്രന്റെയും സുശീലയുടെയും കൂടെ നിൽക്കാൻ അവൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇന്ദ്രനും അനുപമയെ സ്നേഹിച്ച് ജീവിക്കുന്നത് കാണാൻ ഹർഷയ്ക്ക് ഇപ്പോഴും കഴിയാത്തത്. ഇന്ദ്രന്റെയോ രവിയുടെയോ ആരുടെ കുഞ്ഞാണെന്ന് ഇന്നും പ്രേക്ഷകർക്ക് സംശയമുണ്ട്. ആ സംശയം അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ് കഥാകൃത്തും സംവിധായകനും. ഒരിക്കൽ പറയുന്നു രവി ഒരിക്കലും ഒരച്ഛനാകില്ലെന്ന്. അങ്ങനെയുള്ള രവി എങ്ങനെയാണ് അച്ഛനായത്? കഥ എഴുതുന്ന ആൾക്ക് തോന്നുന്നത് പോലെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നായകനെ ആർക്കും ഇഷ്ടമല്ലാതായപ്പോൾ നായകന്റെ കുഞ്ഞല്ല, കുഞ്ഞുണ്ടായാലും ഇല്ലെങ്കിലും ഹർഷയുമായി അവിഹിതമുണ്ടായിരുന്നില്ല ഇന്ദ്രന് എന്ന് ഇനി കഥാകൃത്തിന് സ്ഥാപിക്കാൻ കഴിയില്ല. ആരുമില്ലാത്ത തക്കം നോക്കി സുശീല കഞ്ഞി വെക്കാമെന്ന് അനുപമയോട് പറയുന്നു. കഞ്ഞി വെക്കുന്നതിനിടയിൽ സുശീല മനഃപൂർവ്വം ഗ്യാസടുപ്പിൽ കൈവച്ച് പൊള്ളിക്കുന്നു. കൈ പൊള്ളിയെന്ന് ഉച്ചത്തിൽ പറയുമ്പോൾ അനുപമ വരുന്നു. സുശീലയ്ക്ക് പൊള്ളിയിടത്തെ മരുന്ന് പുരട്ടി കൊടുക്കുന്ന അനുപമ. എന്നിട്ട് കഞ്ഞി അനുപമ ഉണ്ടാക്കുന്നു. അതിനിടയിൽ വിഷം സുശീല അടുക്കളയിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെക്കുന്നു. എല്ലാവരും കഞ്ഞി കുടിച്ചതിനു ശേഷം സുശീലയുടെ കഞ്ഞിയിൽ വിഷം ചേർത്ത് കഴിക്കാമെന്നുള്ളതാണ് സുശീലയുടെ പദ്ധതി. സുശീലയ്ക്ക് മാത്രം അനുപമ കഞ്ഞിയിൽ വിഷം ചേർത്ത് കൊടുത്തു എന്നുള്ളത് വരുത്തി തീർക്കുക.